ഹർത്താൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഹർത്താൽ വേണ്ടാണെന്ന് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താല് ജനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമരമാണ്. അല്ലാതെ ജനങ്ങൾ അതിനോട് എന്താ പറയുക, അതിനോട് ആഭിമുഖ്യം നടത്തിക്കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രകൃതമല്ല. യഥാർത്ഥത്തിൽ ഹർത്താൽ അനുകൂലികളെ പേടിച്ചുകൊണ്ട് പുറത്തിറങ്ങാതെ ആ സമരത്തിന് അവർ അനുകൂലപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ഹർത്താലിന് അനുകൂലമായി ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുകയോ വണ്ടി ഓടിക്കാൻ ഇരിക്കുകയോ ചെയ്യുന്നതല്ല. അത് തെറ്റിദ്ധരിച്ച് വീണ്ടും വീണ്ടും ഹർത്താലുകൾ ഈ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തീർത്തും തെറ്റാണെന്ന് അതിന് പറയാം. ഇപ്പൊ തന്നെ ഹർത്താൽ നടത്തുമ്പോൾ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളെല്ലാം സ്കൂട്ടിൽ ഹെൽമറ്റില്ലാതെ പോവുകയും സാധാരണ ജനം സ്കൂട്ടിൽ പോകുമ്പോൾ അതിനെ എതിരുകയും ചെയ്യുന്ന ഹർത്താലിനോട് നമുക്കെന്തോ ഈ ഹർത്താൽ അനുമതികളോ അല്ലെങ്കിൽ സമരത്തിന് പോകുന്ന ആൾക്കാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഈ ഹർത്താൽ ഉണ്ടാകത്തില്ല, ഒരു ബന്ധം ഉണ്ടാകത്തില്ല. നമ്മുടെ കേരളത്തിൽ അറിയാൻ പറ്റും. ഹർത്താലിന്റെ തലേദിവസമാണ് ഏറ്റവും കൂടുതൽ കപ്പൽ ഇറക്കി കേരളത്തിൽ ചെലവാകുന്ന ഏറ്റവും റിക്വയർഡ് തുക നടക്കുന്നത് കപ്പൽ ഇറക്കിയും സെയിൽ നടക്കുന്നത് ഹർത്താലിന്റെ തലേദിവസമാണ്. അത് ഒരുപാട് ആൾക്കാർ തന്നെ ഇതിനെ പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം ആകർഷിക്കുന്നു, കിട്ടുന്ന ഹർത്താലാണ് എല്ലാവരും കൂടിയെന്ന് ആകർഷിക്കാം എന്നുള്ള രീതിയിൽ ഒരു ആഗ്രഹം തന്നെയാണ് നമുക്ക് ഹർത്താൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹർത്താൽ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇല്ല, ഒരു നേട്ടമൊന്നുമില്ല. പിന്നെ വീട്ടിലിരിക്കാം എന്നുള്ള ഒരു വീട്ടിലെല്ലാവരും പിള്ളേരെല്ലാവരും കാണും. ഒരു വീട്ടമ്മയായിട്ട് അത് തന്നെ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ, എല്ലാവരും ഒരു ഹോളിഡേ കിട്ടി എന്നുള്ള ഒരു ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ.